ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. CBIയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. ഞാൻ മൂത്ത കുട്ടിയുടെ കാര്യം പോകട്ടെ, ഞാനത് മിണ്ടുന്നില്ല. രണ്ടാമത്തെ കുട്ടി 9 വയസ്സുകാരിയുടെ മരണം, അത് ഈ കട്ടയുടെ പുറത്ത്, അതായത് കട്ടിൻ്റെ പുറത്ത്, കട്ടയുടെ പുറത്ത് കസേര ഇതും കഴിഞ്ഞിട്ട് അതിൽ കയറണം. അതിൽ കയറിയിട്ട് അതിൻ്റെ കാലിൻ്റെ പെരുവിരലിൽ നിൽക്കണം. അത് സർക്കസ് കുഞ്ഞു പഠിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. സർക്കസ് പഠിച്ചെങ്കിൽ ഈ പറയുന്ന പണി ചിലപ്പോൾ നടന്നേക്കും. കാലിൻ്റെ പെരുവിരലിൽ എത്ര നേരം ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ? എന്നിട്ട് ആ വലത്തെ കാലിൻ്റെ പെരുവിരലിൽ നിന്നുകൊണ്ട് വലത്തെ കൈയുടെ മിഡിൽ ഫിംഗർ അപ്പോൾ എത്തും 2 സെൻറ്റിമീറ്റർ അധികം കിട്ടും. ഇതാണ് കാഴ്ച. ഇതൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. എന്തുമാത്രം വിചിത്രമായ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും ഇതുകൊണ്ട് അതിന് അവിടെ ലൈഗേച്ചർ കുരുക്കാൻ പറ്റുമോ? ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇത് മുഴുവൻ കള്ളത്തരമാണ് ഈ ചെയ്തു വെച്ചേക്കുന്ന ഇടപാട്. കാരണം ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ എന്നുള്ളതിനെ സാധൂകരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു ഇടപാടാണ്. ഈ രീതിയിലാണ് CBIയുടെ അന്വേഷണം. ഇനി ഇതൊന്നുമല്ല, ഇതിന് വളരെ വിചിത്രമായ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ മൂത്ത കുഞ്ഞിൻ്റെ കഴുത്തിൽ കണ്ട ലൈഗേച്ചർ മാർക്ക്, പ്രഷർ അബരേഷൻ, അത് തൂങ്ങിമരണത്തിൻ്റെ ലക്ഷണത്തിൽ തന്നെയാണ് കാണുന്നത് കേട്ടോ. ഒബ്ലിക്കാണ്, ഡിസ്കണ്ടിന്യൂസ് ആണ് ഈ പ്രഷർ വേരിയേഷൻ. അവിടെ നോക്കിയപ്പോൾ സെല്ലോഫൈൻ ടേപ്പ് വെച്ചുള്ള പ്രിൻസിപ്പിൾ ഉണ്ട്. സെല്ലോഫൈൻ ടേപ്പ് വെച്ച് എവിഡൻസ് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഉമാദത്തനാണ് ആദ്യം യഥാർത്ഥത്തിൽ എൻ്റെ ഉപജ്ഞാതാവ് എന്ന് വേണം പറയാൻ. വലിയ ഫോറൻസിക് സർജനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് പിന്നെ പോലീസ് അത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് ഇൻവെസ്റ്റിഗേഷനിൽ. സെല്ലോഫൈൻ ടേപ്പ് കൊണ്ട് ഇങ്ങനെ തൂങ്ങി മരണത്തിലൊക്കെ കൈയുടെ വെള്ളകൾ, കൈയുടെ വെള്ളയിൽ നിന്ന് ഉള്ള സെല്ലോഫൈൻ ടേപ്പിൽ അത് ഫൈബർ കളക്ട് ചെയ്യും. അപ്പോൾ ഈ തൂങ്ങി മരണമാണെങ്കിൽ ഇതിൽ ലൈഗേച്ചർ ഉണ്ടല്ലോ, എങ്ങനെ ആയാലും ഇത് കെട്ടുമ്പോഴും ഇതൊക്കെ ആയിട്ട് അതിൽ നിന്ന് ഫൈബർ, നമ്മളറിയത്തില്ല ഈ ഫൈബർ കൈ വരുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളൊരു തുണി എടുക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മളൊരു തുണി എടുത്തൊന്ന് ബലമായിട്ട് അധികം ഒന്ന് പിടിച്ചെന്നിരിക്കട്ടെ, നമ്മുടെ കയ്യിൽ ഫൈബർ ഉണ്ടാവും, അതിൻ്റെ ഉറപ്പാണ്. സെല്ലോഫൈൻ ടേപ്പ് വെച്ചാൽ അത് ഒപ്പിയെടുത്താൽ കിട്ടും. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്താം, കണ്ടുപിടിക്കാം ഇത് ഏത് ലൈഗേച്ചറിൽ നിന്നുള്ളതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 2 കുട്ടികളുടെയും ഈ ലൈഗേച്ചർ, അതായത് കളക്ട് ചെയ്യാൻ, അതായത് ഈ ഫൈബർ കളക്ട് ചെയ്യാനായിട്ടുള്ള സെല്ലോഫൈൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ മൂത്ത കുട്ടിയുടെ കൈപ്പത്തിയിൽ നിന്ന് കിട്ടിയത് ഡയറക്റ്റ് എന്ന് വെച്ചാൽ ശാല അഴുക്ക് അതേ ഉള്ളൂ, ഒരൊറ്റ ഫൈബറും ഇല്ല അതിൻ്റെ കയ്യിൽ നിന്ന്. നേരെ മറിച്ച് എൻ്റെ കഴുത്തിൽ നിന്ന് ഫൈബർ കിട്ടി, അതായത് ആ ലൈഗേച്ചറിൻ്റെ ഫൈബറുണ്ട്. അപ്പോൾ അതിനെ കഴുത്തേ കെട്ടി തൂക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൈ കൊണ്ടല്ല ഈ കെട്ടിയിരിക്കുന്നത്. ആണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ ഫൈബർ വന്നാൽ ഉറപ്പായിട്ട് കൈയുടെ വെള്ളയിലും വേണം. അപ്പോൾ അതിന് പറഞ്ഞേക്കുന്ന മറുപടി എന്താണെന്നറിയോ? അത് ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്ട് പോളിസ്റ്റർ പോലോ അത് അങ്ങനെയുള്ള ഏതാണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഫൈബർ ട്രാൻസ്ഫർ ചെയ്യുന്ന റേറ്റ് വളരെ കുറവാണ്, അതുകൊണ്ടായിരിക്കാം അത് കഴുത്തിൽ മാത്രമുള്ളത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്ക് വിശ്വസിക്കാൻ പറ്റും ഇത്? കഴുത്തിൽ കാണുന്ന, അതായത് വളരെ മൃദുലമായ ഭാഗത്ത് കാണുന്ന അവിടെ ഫൈബർ വരുന്നു, ഈ ലൈഗേച്ചറിൻ്റെ ഈ തുണിയുടെ ഫൈബർ വരുന്നു. പക്ഷേ ഈ തൂങ്ങാൻ ഉപയോഗിച്ചെന്ന് പറയുന്ന അതിൻ്റെ കൈ, അത് കെട്ടിനാണല്ലോ, ആ കെട്ടി എന്ന് പറയുന്ന കയ്യിലെങ്ങും ഫൈബറിലാണ്. ഇത്രയും ആബ്സെൻസ് ഓഫ് ഫൈബർ എന്ന് പറയുന്നത് വളരെ മെറ്റീരിയലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് CBI ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അതേപോലാണ് ഈ ഇളയ കുഞ്ഞിൻ്റെ കൈകളും. ഇത്രയും കഷ്ടപ്പെട്ട്, അതായത് അത് പെരുവിരലിലൂന്നി ഈ അതിൻ്റെ മിഡിൽ ഫിംഗർ കൊണ്ട് കൊരുത്തു കെട്ടുന്നെന്നാണ്. എങ്ങനെ കെട്ടും?
അതും ഈ പെരുവെല്ലിൽ നിന്നുകൊണ്ട് വേണമായിരിക്കും അത് കെട്ടാൻ, ഈ ലുങ്കി. ഈ ആ കൈലി, അത് കൈലിയാണ്, ആ കൈലിയിൽ നിന്ന് ഉള്ളത് അതിൻ്റെ കഴുത്തിലുണ്ട് ഫൈബർ, ഇഷ്ടമായി ഉണ്ട്. കാരണം ബ്ലൂയിഷ് ആ കൈലിയുടെ നിറത്തിലുള്ള അതേ ഫൈബർ ഉണ്ട്. പക്ഷേ അതിൻ്റെ കയ്യിൽ നിന്നും ഒരു ഫൈബർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ ഇതിനകത്ത്, ഒന്ന്, ഇതിൻ്റെ ഉയരം, അതായത് അവിടെ കയറി കുരുത്തു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസയോഗ്യമായ ഒരു കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം അതായത് ഈ ഫൈബർ, ആബ്സെൻസ് ഓഫ് ഫൈബർ, ഇത് അതിൻ്റെ കൈപ്പത്തിയിൽ 2 കുഞ്ഞുങ്ങളുടെയും കൈവെള്ളയിൽ ഈ ഫൈബർ ഇല്ല. അപ്പോൾ ഇത് ഇവർ കിട്ടിയതാണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ മൂത്ത കുട്ടി തൂങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, കാണാൻ ചെന്നപ്പോൾ അതിന് മുമ്പായിട്ട് ഈ 2 പേര് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ബൈക്കിൽ കയറി പോകുന്നത് കണ്ടതായിട്ട് ഈ രണ്ടാമത്തെ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അത് കള്ളമെന്ന് CBI പറയുന്നില്ല ഇപ്പോഴും. അപ്പോൾ ആ ലൈനിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടോ? ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിനെക്കുറിച്ച് നടത്തിയില്ല. മെനക്കേടുണ്ട്. ഇനി എന്താണ് ഈ മെനക്കേടെന്നും കൂടെ നമ്മൾ നോക്കാം. ഞാൻ 3 വർഷം ഇവിടെ CBI 1 CBI കോടതിയായിട്ട് ഞാൻ എറണാകുളത്ത് ഇരുന്ന ആളാണ്. 3 വർഷം. അന്ന് ഞാൻ കാണുന്നത് CBIയിലെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നവർ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നവർ വളരെ മിടുക്കരാണ്, വളരെ അത്ര നല്ലതായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവരാണ്. അത് കാര്യം എന്താണെന്നറിയോ? കേരള പോലീസിലെ ഏറ്റവും, അതായത് സംക്ഷിപ്തമായ പ്രവർത്തനം നടത്തുന്ന മിടുക്കരായ ഉദ്യോഗസ്ഥരെ, അതായത് പോലീസിനെ അതിലേക്ക് അവർ സബ് ഇൻസ്പെക്ടർ ലെവലിന് മുകളിലോട്ടുള്ളവരെയും ചിലപ്പോൾ പോലീസുകാരെ എടുക്കാറുണ്ട്. അത് അവരെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിട്ട് അവർ ഡെപ്യൂട്ടേഷൻ എടുക്കും CBI. അങ്ങനായിരുന്നു CBI. അപ്പോൾ നല്ല മിടുക്കരെന്ന് പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റിഗേറ്റ്, മർഡർ കേസൊക്കെ ഇഷ്ടംപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. NIA-യിലും അതുപോലെയായിരുന്നു. ഇപ്പോൾ ഈ 2 ഏജൻസിയും ദുരിതത്തിലാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ കേരള പോലീസിൽ നിന്ന് അതിലേക്ക് ഡെപ്യൂട്ടേഷൻ ഇല്ല. ഒന്ന്, CRP-ന്നും BSF-ന്നും ഒക്കെ ഉള്ള ആളുകളെയാണ് ഡെപ്യൂട്ടേഷനിൽ ഈ CBI-യിലും NIA-യിലും വെക്കുന്നത്. ഈ പറയുന്ന ഈ മഹാന്മാർക്കുണ്ടല്ലോ, ഒരൊറ്റ കേസ് അന്വേഷിച്ച പരിചയമില്ല അവർക്ക് ആകെപ്പാടെ അറിയാവുന്നതില്ല, പൊടിയിട്ട് പിടിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ, ട്രാപ്പ്. അല്ലാതെ വേറെ ഒന്നും അവർക്ക് അറിയില്ല. ഒരൊറ്റ മർഡർ കേസും അവരെ അന്വേഷിച്ച ചരിത്രം ഇല്ലാത്തവരാണ്. പിന്നെ എങ്ങനെ അവരന്വേഷിക്കും? ഇത് കേരള പോലീസിൽ നിന്നുള്ള മിടുക്കന്മാരായ ഓഫീസേഴ്സിനെ, അതൊക്കെ ആരൊക്കെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൽ കുറേ പേരെ എനിക്കറിയാം. എൻ്റെ മുമ്പിലൊക്കെ അവർ അത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതാണ്. കോടതിയിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അത്രത്തോളം നല്ല ഇൻവെസ്റ്റിഗേഷനാണ്, മികച്ച ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ അങ്ങനെയുള്ളവരൊന്നും ഇപ്പോൾ CBI-യിലും ഇല്ല, NIA-യിലും ഇല്ല. അതാണ് അതിൻ്റെ ദുരന്തം. ഇപ്പോൾ ഏതാണ്ട് ഒരു ദുരന്തത്തിലാണ് ഈ 2 ഏജൻസികളും ഉള്ളത്. ഇവരൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്. അവർ കൂട്ടിലിട്ട തത്തയല്ല, കൂട്ടിൽ കിടക്കാൻ ഇഷ്ടപ്പെടുന്ന തത്തയായിട്ട് ഇപ്പം മാറി എന്നുള്ളതാണ് നമ്മൾ ഈ കേസിൽ നിന്ന് കാണുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അത്രത്തോളം നന്നായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട മാറ്റം. ഇപ്പോൾ ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, ഇവരുടെ അടുത്തൊന്നും ഒരു ചോദ്യം ചോദിച്ചു നോക്കുള്ളൂ. ഞാൻ നോക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവരുടെ അടുത്ത് ഒരു കാര്യം ഒന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾ എത്ര മർഡർ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരൊറ്റ മർഡർ കേസ്, കൊലക്കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടത്തില്ല. ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിയിൽ ഇത് കൈകാര്യം ചെയ്തില്ല. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മേളിൽ നടപടി വേണ്ടതാണ്. കാരണം CBI അത്രത്തോളം മോശമായ രീതിയിൽ ഞാൻ കണ്ടേക്കുന്നത്, ഞാൻ എൻ്റെ റെക്കോർഡ് മുഴുവൻ പരിശോധിച്ചു. ആ കണ്ടേക്കുന്നത് മോശമായ, അത്രത്തോളം മോശമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഈ അമ്മയെ പ്രതിയാക്കിയതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അമ്മയെ പ്രതിയാക്കിയേക്കുന്ന കാര്യം എന്താ അറിയോ? ഈ കുട്ടിയെ ഈ വലിയ മധു എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ പിന്നിൽ നിന്ന് ഈ മൂത്ത കുട്ടിയെ ഹഗ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ രണ്ടാനശൻ കണ്ടിട്ട് ഭാഗ്യവതി എടുത്ത് പറഞ്ഞു. അവർ വലിയ ബഹളം ഉണ്ടാക്കി, വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇതിപ്പോൾ CBI പറയുന്ന ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും അവരും ഇയാളും തമ്മിൽ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതാണ് ഒന്ന്. അമ്മയുടെ പേരിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയേക്കുന്നത്. എന്നിട്ട് അവരിത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പോലീസിൽ. അതാണ് കാര്യം. ഈ അമ്മ ഹൈക്കോടതി വരെ പോയി CBI അന്വേഷണം ചോദിച്ചു വാങ്ങിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കാൻ വേണ്ടി അവരുടെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കുകയാണ്. എല്ലാ ദിവസവും പോകണം, അവിടുന്ന് പോയി വിളിച്ചോണ്ട് വരണം. ഈ രീതിയിൽ കഴിഞ്ഞിട്ടുള്ള ഒരു അമ്മയാണ് ഈ പറഞ്ഞേക്കുന്നത്. നമ്മളതാ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അത് ഈ പറയുന്നവരൊന്ന് ചിന്തിക്കണം. എന്നിട്ട്
അവർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഈ കുട്ടികളെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടതൊക്കെയാണ്. ഇതൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും എവിഡൻസ് വേണ്ടേ? ഞാൻ ബാക്കിയുള്ള കുട്ടികളുടെ മൊഴി അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം മറ്റേ സ്കൂൾ കുട്ടികളുടെ മൊഴിയൊക്കെ ഉണ്ട്, അവരുടെ സീക്രസി അതിനെ അത് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് അതൊന്നും ഹാജരാക്കിയിട്ടില്ല. ഈ മെറ്റീരിയലില്ല, എനിക്ക് കിട്ടിയ മെറ്റീരിയലില്ല. ഇത് വാളയാർ സംരക്ഷണ സമിതി ഇത് സമരസമിതി അവരെനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രീ മാർസൻ വാങ്ങിച്ചു വെച്ച് വിവരാവകാശ നിയമം അനുസരിച്ച് വാളയാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ച ഒരു രേഖയുണ്ട്. അതെന്താണെന്നറിയോ? നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് 2016 ജനുവരി മുതൽ 2019, 2020 നവംബർ വരെ എത്ര പോക്സോ കേസുകൾ വാളയാർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു. 2016 3 കേസുകളുണ്ട്. 2017 18 കേസുകൾ പോക്സോ കേസുണ്ട്. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് 18 പോക്സോ കേസ്. 2019 3 കേസ്. അത് കഴിഞ്ഞ് പിന്നെ ഏതാണ്ട് 2-3 കേസുകൾ ഇതേ ഉള്ളൂ. ഈ 2017 ഇത്രത്തോളം കേസുകൾ കൂടിയത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചും CBI നോക്കേണ്ടതാണ്. കാരണം അങ്ങനെ ആ വാളയാർ പോലീസ് സ്റ്റേഷനിൽ അത് വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ അതിക്രമം കാണിച്ചേക്കുന്നവന്മാർ ഈ കുട്ടികളെ മാത്രമല്ല വേറെ ഒരുപാട് കുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെയുള്ള മാറ്റേഴ്സ് ഒന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടേ ഇല്ല ഇതിനകത്ത്. അത് നമ്മൾ തിരിച്ചറിയണം. അതാണ് വേണ്ടത്.